കൊച്ചിലെ പേരാണ് ഭരണതീത്ത. ആ ഭരണതീറ്റയോട് പറഞ്ഞു, ജപമാല ചൊല്ലിക്കോ, ഞാൻ നിന്നെ വിശുദ്ധയാക്കാണ്. ജപമാല ചൊല്ലിക്കോ, ഞാൻ നിന്നെ വിശുദ്ധയാക്കാണ്. മിസ്റ്റർ ജോൺ പോൾ മാർപ്പാപ്പയെ പേര് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മാർപ്പാപ്പ ഉണ്ടല്ലോ. ആ മാർപ്പാപ്പ പറയാറുള്ളൊരു കാര്യമുണ്ട്, ജപമാല എൻ്റെ സങ്കടത്തിലും എൻ്റെ സന്തോഷത്തിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന്. ജപമാല എൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിക്കാനൊക്കെ പോകല്ലേ? സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു പോക്കറ്റിൽ കൊന്തയിൽ സൂക്ഷിക്കാൻ പറ്റുമോ? അവരുടെ കഴുത്തിലും കയ്യിൽ ആഭരണമായി കയ്യിലുണ്ടാവും. അത് സ്കൂളാണ്. കയ്യിലുണ്ടോ? പോക്കറ്റിൽ ഇടാൻ പറ്റുമോ? കയ്യിലുള്ള കഴുത്തിലുണ്ടാവും, പോക്കറ്റിൽ ഇടാൻ പറ്റുമോ? കയ്യിലിട, പോക്കറ്റിൽ ഇടാൻ പറ്റുമോ? പോക്കറ്റിൽ ഇടണം. കാരണം ജപമാല എന്താ? ആയുധമാണെന്ന് പറയുന്നത്. ജപമാല ആയുധമാണെന്ന് പറയുന്നത്. ആ ജപമാല ഉണ്ടല്ലോ, വലിയ ജപമാല. അത്ര വലിയ ജപമാലയിൽ കൊണ്ട് നടക്കണം. ഇത്ര ചെറിയ ജപമാലയില്ലേ, ഇത് കൂടെ ജപമാല കീശയിലിട്ട് നടക്കാൻ പറ്റുമോ? തെറ്റാണോ? ഇതുപോലെ ജപമാല കീശയിലിട്ട് നടന്ന എന്നാ സംഭവിക്കുന്ന അറിയാമോ? പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം, മാതാവിന്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ജോസഫ് ഉപ്പുട്ടിയുടെ കാര്യം പറഞ്ഞല്ലേ? ജോസഫ് ഉപ്പുട്ടിനോ ഇങ്ങനെ രാത്രി കിടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കോ? എത്ര പേര് പ്രാർത്ഥിക്കും? അത്ര വേണോ? ഈശോ ഹാപ്പിയാണോ? എന്നാ നന്ദി പറയോ? ജോസഫ് ഉപ്പുട്ടിനോ ഇതുപോലത്തെ ഒരു മാതാവിന്റെ രൂപത്തിന് മുന്നിൽ പോയി കിടക്കുന്നതിന് മുമ്പ് കൊന്നിരുന്നു. ജോസഫ് ഉപ്പത്തിനോ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ പോയി കൊന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം കൊന്നിരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആ കൗശല്യം കാറ്റീഷനിൽ പണിയെടുക്കുന്ന വേറെ ആളെ നോക്കുമ്പോൾ ജോസഫ് ഉപ്പത്തിനോ ഒന്നാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ ഇത്രയും പൊങ്ങി, രണ്ടാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ ഇത്രയും പൊങ്ങി, മൂന്നാമത്തെ ആകുമ്പോൾ ഇത്ര ഇങ്ങനെ പൊങ്ങി കുറച്ചേപ്പോൾ ജോസഫ് ഉപ്പത്തിനോ കാറ്റീഷന്റെ മേളിലിരിക്കും. കാറ്റീഷനി പണ്ട് സിനിമ കണ്ടിട്ടുണ്ടോ? റിലക്റ്റൻസ് സെയിന്റ് എന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പം റിലക്റ്റൻസ് സെയിന്റ് ആണ് പിന്നെ അങ്ങനെ കൊന്ന ചൊല്ലി ജോസഫ് ഉപ്പത്തിനോ എന്ത് ചെയ്തി പറക്കാൻ തുടങ്ങി. നിങ്ങൾക്കും പറക്കണോ? അത്യാവശ്യം പഠിച്ച് പാസ്സായി. പഠിക്കാനൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ട്യൂഷന് പോകണം. ട്യൂഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ മാതാവ് പറയണം, പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മാതാവേ. മാതാവ് എന്താ അറിയപ്പെടുന്നത്? ജ്ഞാനത്തിന്റെ സിംഹാസനം എന്നല്ലേ മാതാവിനെ വിളിക്കുന്നത്. ആരാണ്?